إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരും ഉപദേശിക്കുകയാണെന്ന് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നാം അറിയുന്നത് പോലെ ഇന്ന് അറഫ ദിനത്തിലാണ് നാം ഉള്ളത്. അറഫ ദിനത്തിന്റെ പ്രത്യേകതകൾ പലതും നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്തറ മിൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കാളും അള്ളാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് കൂടുതലായി മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിലേക്ക് ഏറ്റവും അടുത്തു വരുന്ന ദിവസം, തന്റെ അടിമകളെ സംബന്ധിച്ച് അള്ളാഹു തന്റെ മലായികത്തുകളോട് പ്രശംസിച്ച് സംസാരിക്കുന്ന ദിവസം അത് യൗമ അറഫയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹജ്ജിനു വേണ്ടി പല നാടുകളിൽ നിന്ന് കഅബയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഹാജിമാരുടെ ഹജ്ജ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും ഒരു പ്രയാസവും ഇല്ലാതെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുവാനുള്ള ഭാഗ്യം ഹജ്ജാജികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് അറഫ സുദിനമാണ്. ഈ അറഫ സുദിനത്തിന് ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തികൾക്ക് നൽകുവാനുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദേശം അഥറുകളിൽ കാണാൻ സാധിക്കും. ജാഅ റജുലുൻ മിനൽ യഹൂദ് ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് യഹൂദിയായ ഒരു മനുഷ്യൻ കടന്നു വന്ന് പറഞ്ഞു, ഫഖാല യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്. ലൗ അലൈനാ നസ്ലത്ത് മഅശറൽ യഹൂദ്, അതെങ്ങാനും യഹൂദികളാകുന്ന ഞങ്ങളിലേക്കാണ് ഇറക്കിയിരുന്നത് എങ്കിൽ
ലത്തഖദ്ന ദാലിക അൽയൗമ ഈദ. ആ ദിവസത്തെ ഞങ്ങൾ യഹൂദികൾ ഒരു ആഘോഷ ദിനമാക്കി മാറ്റുമായിരുന്നു. നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് യഹൂദികളാകുന്ന ഞങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് ഇറക്കിയിരുന്നത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷത്തിന്റെ ദിവസമാക്കുമായിരുന്നു. ഇത് കേട്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ യഹൂദിയോട് ചോദിച്ചു, അയ്യ ആയ, നീ ഉദ്ദേശിക്കുന്നത് ഏത് ആയത്താണ്? അന്നേരം ആ യഹൂദി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സൂറത്തുൽ മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നേ ദിനം നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം അത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളിൽ നിന്ന് തൃപ്തിപ്പെട്ട ഒരു ദീനായി ഇസ്ലാമിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആയത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് യഹൂദി പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ യഹൂദിയോട് പറഞ്ഞു, ഇന്നി ലഅഅലമു അൽ-യൗമ അല്ലദീ നസലത് ഫീ, താങ്കൾ ഈ പറഞ്ഞ ആയത്ത് അത് ഇറങ്ങിയ ദിവസം എനിക്കറിയാം. വമകാന അല്ലദീ നസലത് ഫീ, ഈ ആയത്ത് ഏതൊരു സ്ഥലത്താണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നസലത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅറഫത്തിൻ ഫീ യൗമിൽ ജുമുഅ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായും അവസാനമായും നിർവഹിച്ച ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം അന്ന് യൗമുൽ ജുമുഅയായിരുന്നു. ആ യൗമുൽ ജുമുഅ ദിവസം അറഫ ദിനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഇറക്കുന്നത്. അത് ഹിജ്റ 10-ലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഫവായിലുകൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ധാരാളക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വരികൾ. എന്ന് മാത്രമല്ല, നാം അറിയുന്നത് പോലെ ഈ ആയത്തിന് ശേഷം ഏതാനും ചില ആയത്തുകൾ മാത്രമാണ് പിന്നീട് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകമായി ഈ ആയത്തിന് ശേഷം പിന്നീട് ഹറാമുകളെ കുറിച്ച് ഹലാലുകളെ കുറിച്ച് ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ ശ്രേഷ്ഠത ഫവായിൽ അത്രമാത്രമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ആയത്തും മുസ്ലിം ഉമ്മത്തിന്റെ ആചാരവും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തികൾക്ക് ഈ ദീൻ പൂർത്തീകരിച്ചു തന്നത് ഒരു മതമാണ്. എന്ന് മാത്രമല്ല, അനസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലേക്ക് എത്തപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് എത്ര നിസ്സാരമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉമ്മത്തിന് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. അതുപോലെ തന്നെ വലൈസ ശൈഉൻ, ഒരു കാര്യവുമില്ല ജനങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന, അത് എത്ര ചെറുതാകട്ടെ, ഇല്ലാ ഖദ് നഹൈതുകും ബിഹി, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിരോധിക്കാതെ അത് ഉണർത്താതിരുന്നിട്ടില്ല. എത്ര ചെറുതാകട്ടെ അത് പ്രവർത്തിച്ചാൽ ഉമ്മത്തികൾ അത് കാരണത്താൽ നരകത്തിൽ എത്തപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അത് പറയാതെ വിട്ടുപോയിട്ടില്ല. അത് എത്ര ചെറുതാണെങ്കിലും ഉമ്മത്തികളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാതിരുന്നിട്ടില്ല. എന്നിട്ടും നാം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഖേദകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിലെ ഒരുപാട് ആളുകൾ ഈ ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ആചാരം ഈ വർഷം ഇന്നത്തെ ദിവസം ലോകം കാണാൻ തുടങ്ങുകയാണ്. അതെന്നറിയോ? അറഫ സംഗമം. കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു മദ്രസ കേന്ദ്രീകരിച്ച് ഒരു മുസ്ലിയാർ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് അറഫ സംഗമമാണ്. സാധുക്കളായ വിശ്വാസികളെ
ഈ മൈതാനത്തിലേക്ക് ഒരുമിച്ച് കൂടി ഇന്ന് ദുആയും ദിക്റും സ്വലാത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു പുതിയൊരു സംഗമത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. യഥാർത്ഥ സഹോദരങ്ങളെ, ആ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കറിയാം അറഫ ദിനത്തിന് പ്രാധാന്യമുണ്ടോ, പ്രത്യേകതയുണ്ടോ, ഒരാൾക്കും ഛേദിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിൽ എന്തൊക്കെ ആചാരങ്ങൾ ഉണ്ടാക്കുന്നുവോ ആ ആചാരങ്ങൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങൾ എടുത്തു പറയുകയും എന്നിട്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ സ്വഭാവമായിട്ടല്ല വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് മതത്തിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം അത് ജൂത ക്രൈസ്തവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദ പണ്ഡിതന്മാരോടായി അല്ലാഹു ചോദിച്ചില്ലേ, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, എന്തിനാ നിങ്ങൾ ഈ സത്യവും അസത്യവും നമ്മൾ കൂട്ടിക്കുഴക്കുന്നത്? വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സത്യത്തെ മൂടി വെക്കുന്നത്? അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ മുസ്ലിയാർക്ക് അറിയാം. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ഹജ്ജ് വരെ ഇങ്ങനൊരു സംഗമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുസ്ലിം ലോകത്തിന് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നും അറിയാം. പക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധുക്കളായ ഉമ്മത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. സാധുക്കളായ ഉമ്മത്തിന്റെ പണത്തെ അവർ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ അറഫ സംഗമം എന്ന് പറയുന്നത്, അറഫ ദിനം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന സന്ദേശങ്ങളിൽ ഒരുപാട് സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്ന ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ ദീനിലേക്ക് ഒന്നും കൂട്ടേണ്ടതില്ല, ഈ ദീനിലേക്ക് ഒന്നും കുറയ്ക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും നമ്മുടെ പൂർവികരായ സലഫുകളും വളരെയേറെ താക്കീതുകൾ ഉമ്മത്തിന് നൽകിയത്. എന്ന് മാത്രമല്ല, ബിദ്അത്തിന്റെ വിശദീകരണമായി നമ്മുടെ മുൻഗാമികൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശാത്തിബി റഹിമഹുല്ലാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഫൽ ബിദ്അതു ഇദൻ ഇബാദത്തുൻ അൻ തരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅത്തിൻ തുലാഹി അശ്ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു. അദ്ദേഹം പറയാണ്, അല്ലാഹുവിനുള്ള ആരാധനയിൽ ആ ആരാധന അധികരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മതത്തോട് കിടപിടിക്കുന്ന രൂപത്തിൽ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന വഴികൾക്കാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒരാൾ ചീട്ടുകളി ദീനിലേക്ക് പുതിയ ബിദ്അത്തായി കൊണ്ടുവരികയില്ല. വ്യഭിചാരം ഒരാൾ ദീനിലേക്ക് ബിദ്അത്ത് എന്ന് കൊണ്ടുവരികയില്ല. അതുപോലെ ഹറാമായ നിഷിദ്ധമായ ഒരു കാര്യവും ഒരാൾ ആചാരമായി, പുതിയ ആചാരമായി ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരികയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയ, അത് നിസ്കാരമാകാം, നോമ്പാകാം, ദിക്റാകാം, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ഒരു കാര്യത്തെ അതിനെ വഴിതിരിച്ചു വിടുക, അതല്ലെങ്കിൽ അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുക, അതല്ലെങ്കിൽ അതിന്റെ എണ്ണത്തിലും കോലത്തിലും വണ്ണത്തിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് ആളുകൾ ദീനിൽ പുതുതായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇമാം പറഞ്ഞു, വൽ ബിദ്അത്തു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദഥു ഫിദ്ദീനി ബഅദ അൽ ഇക്മാൽ, ദീൻ അത് പൂർണ്ണമായതിനു ശേഷം അതിൽ പുതുതായ കാര്യങ്ങൾ കടത്തിക്കൂട്ടുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, കേരളത്തിൽ തുടക്കം കുറിച്ച് ഓരോ ബിദ്അത്തുകളും നിങ്ങൾ എടുത്തു നോക്കുക, അല്ലെ? ഏത് ബിദ്അത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മുട്ടിപ്പടി സ്വലാത്ത് എന്നൊരു സ്വലാത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതപ്പോ എന്നറിയോ? റമദാനിലെ അവസാനത്തെ പത്തില എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മുതൽ ഇങ്ങോട്ട് പൂർവികരായ നമ്മുടെ മുഴുവൻ സലഫുകളും റമദാനിലെ അവസാനത്തെ പത്തിലെ പാടത്തിലെ പണിമതിയാക്കി പള്ളിയിൽ ഇരിക്കാനാണ് നമ്മെ പഠിപ്പിച്ചത്. പക്ഷെ മുട്ടിപ്പടി സലാത്ത് തുടങ്ങിയെന്നറിയോ? പള്ളിയിലുള്ള മുഴുവൻ ആളുകളെയും അവസാനത്തെ പത്തിൽ പാടത്തേക്ക് കൊണ്ടുപോയി സലാത്ത് പറയിപ്പിച്ചു. പറയുമ്പോഴെന്താ? സലാത്ത് അതുള്ളതാണ്, ദിക്ർ അതുള്ളതാണ്, ദുആ അതുള്ളതാണ്. ചെയ്തതെന്താ? റമദാനിൽ അവസാനത്തെ പത്തിൽ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ നമ്മുടെ സലഫുകളോ ഒരു മാതൃകയായി കാണിച്ചു
തന്നിട്ടില്ലാത്ത സ്വലാത്തിന്റെ പുതിയൊരു രൂപം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ 27-ാം രാവിൽ പാടത്തു പോയി ആളുകൾ ഒരുമിച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഒരു രീതി. അതുപോലെ ഏതൊരു കാര്യവും അല്ലെ, ഈ സംഗതി ചെയ്യുന്ന ആളുകൾ അറിയുന്നുണ്ടോ? ഈ മുട്ടിപ്പടി സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് അതുവരെ മരിച്ചുപോയ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് ഈ ഹസനത്ത് കിട്ടിയോ? ഈ നന്മ കിട്ടിയോ? അതുവരെ സമസ്തയിൽ മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് മുട്ടിപ്പടി സ്വലാത്തിൽ കിട്ടുന്ന ആ ഒരു നന്മ അവർക്ക് തടയപ്പെട്ടില്ലേ? അതുപോലെ മരണത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇതാ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വീട്ടിൽ മരിച്ചെന്ന് രാത്രി 70,000 ദിക്ർ ആര് പഠിപ്പിച്ചു? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സമസ്തയിലെ അതുവരെ മരിച്ചുപോയ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്തതാണ് 70,000 ദിക്ർ. ചോദിച്ചാൽ എന്താ? ദിക്ർ നല്ലതല്ലേ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീനിൽ ഉള്ള ഒരു കാര്യത്തെ അത് മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത്. അതുപോലെയാണ് സഹോദരങ്ങളെ, ഈ വർഷവും ഈ അറഫ ദിനത്തിൽ അറഫ സംഗമം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു മുസ്ലിയാർ ഒരു മദ്രസ കേന്ദ്രീകരിച്ച് ഈ തുടക്കം കുറിച്ചിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കരുതിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പൂർവിക സമുദായങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, ആ ഒരു സംഗതി ഈ ഉമ്മത്തിനുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ താക്കീതുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തികൾക്ക് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിലുണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് താക്കീത് നൽകുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ്. ചില റിവായത്തുകളിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റസൂൽ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഐ ദീനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച 23 വർഷം കാലം കൊണ്ട് ഈ ഉമ്മത്ത്, ഈ സഹാബത്തിന് പഠിപ്പിച്ച ഈ ദീനിൽ അതിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. മറ്റൊരു ഹദീസിൽ റസൂൽ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തിച്ചു ലൈസ അലൈഹി അംറുനാ, അക്കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, ആ അമലിനെയും തള്ളണം, അത് കൊണ്ടുവന്നവനെയും തള്ളണം. എങ്ങനെ? ദീനിൽ ഒരു പുതുതായ ഒരു കാര്യം കൊണ്ടുവന്ന അവനെയും തള്ളണം എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ശറഹിൽ മുഹദ്ദിസുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദീനിൽ പുതുതായ കാര്യങ്ങൾ ഉണ്ടാകുന്ന വളരെ ഗൗരവത്തിൽ കാണണം. അതുമായി ബന്ധപ്പെട്ട് ഉമ്മത്തികൾക്ക് കൃത്യമായി താക്കീത് നൽകണം. അറഫ സുദിനം എന്നുള്ളത് ദീൻ, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് അതെങ്ങനെയാണ് നമുക്ക് എത്തിച്ചു തന്നത്, ആ ദീന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനിലേക്ക് കടന്നു വരുന്ന ബിദ്അത്തുകളെ, പുത്തനാചാരങ്ങളെ കരുതിയിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിയിൽ നിന്നും സഹാബത്തിൽ നിന്നുള്ള ഒരുപാട് താക്കീതുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു,
ഇദാ ഖതബ, അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നിർവഹിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ഇഹ്മറത് ഐനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് അത് ചുവന്നു തുടിക്കും. വഅലാ സൗതു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം അത് ഉച്ചത്തിലാകും. വഷ്തദ്ദ ഖദബു, അല്ലാഹുവിന്റെ റസൂലിന് അത് രോഷം പ്രകടമാകും. എന്ന് പറഞ്ഞാൽ ഓരോ വിഷയം സംസാരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ഗൗരവം അനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. റസൂലിന്റെ കണ്ണുകൾ തുടുക്കും, അതുപോലെ തന്നെ ശബ്ദം അത് ഉച്ചത്തിലാകും, അതുപോലെ തന്നെ വളരെ രോഷത്തോടു കൂടി ചില സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തും. ഏതുവരെ? ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു പട നയിക്കുന്ന ഒരു പട്ടാളക്കാർക്ക് അതിന്റെ ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെ വളരെ ഗൗരവത്തിൽ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കും. അക്കൂട്ടത്തിൽ അങ്ങനെ സംസാരിച്ച ഒരു സംസാരമാണ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സംസാരങ്ങളിൽ ഏറ്റവും നല്ല സംസാരം അത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. അതുപോലെ തന്നെ വഖൈറുൽ ഹുദാ, ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാകുന്ന അല്ലാഹുവിന്റെ റസൂലാകുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയാണ് ഏറ്റവും നല്ല വഴി മാർഗം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഹ്ദസാതുഹാ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഏത്? ദുനിയാവിലെ കാര്യമല്ല, മറിച്ച് ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ കാര്യങ്ങളും അത് വഴികേടാണ്. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് വളരെ ശക്തമായി ഉമ്മത്തികളെ താക്കീത് നൽകാറുണ്ട്. അതുപോലെ തന്നെ സഹാബികളുടെ അഖ്വാലുകൾ ആ വിഷയ സംബന്ധമായി എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് അന്നഹു റഅ റജുലൻ യുസല്ലി ബഅദ തുലൂഇൽ ഫജ്ർ. സഈദ് ഇബ്നു മുസയ്യിബ് ഒരു മനുഷ്യനെ കാണുകയാണ് തുലൂഉൽ ഫജ്ർ അഥവാ ഫജ്റിന് ശേഷമുള്ള നമസ്കാരത്തിൽ അക്തറ മിൻ റകഅതൈൻ യുക്തിറു ഫീഹാ റുകൂഅ വസ്സുജൂദ്. ല്ലേ, ഫജ്റിന് ശേഷം 2 റകഅത്താണ് തുലൂഉൽ ഫജ്റിന് ശേഷം നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല റുകൂഉം സുജൂദും അത് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു നിസ്കാരം സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല കാണുകയെ ഫനഹ, ആ മനുഷ്യനെ ആ നിസ്കാരത്തെ തൊട്ട് തടഞ്ഞു. ഈ തടഞ്ഞ മാത്രയിൽ ആ മനുഷ്യൻ ചോദിക്കുകയാണ് യാ അബാ മുഹമ്മദ്. സഈദ് ഇബ്നു മുസയ്യിബിന്റെ കുഞ്ഞത്താണ് അബാ മുഹമ്മദ്. അബൂ മുഹമ്മദിനോട് ചോദിച്ചു യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാ. സഈദ് ഇബ്നു മുസയ്യിബ്, ഞാൻ ഈ നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നു മുസയ്യിബ് പറഞ്ഞു ഖാലല, നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു താങ്കളെ ശിക്ഷിക്കുകയില്ല. വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, പക്ഷെ നീ അറിയണം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് നീ എതിരായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിച്ചേക്കാം. പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ ഒരു സമയത്ത് എപ്രകാരമാണ് ഇബാദത്ത് കാണിച്ചു തന്നത് അതുപോലെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ആ സമയത്ത് നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ എത്രയാണോ കാണിച്ചു തന്നത്, ഏതൊരു രൂപത്തിലാണോ കാണിച്ചു തന്നത് ആ രൂപത്തിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയും അന്നഹു ഖാൽ ഇത്തബിഉ ആഥാരന, നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകളെ പിൻപറ്റുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ് ഇത്തബിഉ ആഥാരന, നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകളെ പിൻപറ്റിയാൽ അത് തന്നെ നിങ്ങൾക്ക് മതിയാകുന്നതാണ്. കാരണം എന്താ? സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും അതുകൊണ്ട് പോലും കളഞ്ഞു പോകാതെ ഈ ഉമ്മത്തിന് കൈമാറിയവരാണ് നമ്മുടെ മുൻഗാമികളായ സഹാബത്ത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകളെ പിൻപറ്റുക. എപ്രകാരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ദീൻ കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ ദീന് അത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറയാറുണ്ട്
കുല്ലു ഇബാദത്തിൻ ലാ അബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹ് ഫലാ തഅബ്ബദുഹാ. നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എപ്രകാരമാണ് ഇബാദത്തുകൾ ചെയ്തത്, അതുപോലെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. കാരണം ഫഇന്നൽ അവ്വല ലം യദഅ ലിൽആഖിരി മഖാലൻ എന്ന് പറഞ്ഞാൽ പൂർവികരായ സഹാബത്ത് പിൽക്കാലഘട്ടക്കാരായ നമുക്ക് ഒന്നുപോലും അവർ വാക്കി വെച്ചിട്ടില്ല. ഒരു മഖാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ യാ മഅ്ശറൽ ഖുർആ, അല്ലയോ ഖുർആനിന്റെ ആളുകളെ ഖുദൂ തരീഖ മൻ കാന ഖബ്ലകും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പൂർവികരായ സലഫുകളുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. അതുപോലെ തന്നെ ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്ബിർ നഫ്സക അല സുന്ന, നീ നിന്റെ നഫ്സിനെ സുന്നത്തിൽ പിടിച്ചു വെക്കുക, ക്ഷമയോടുകൂടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ ശരീരത്തെ ക്ഷമയോടുകൂടി ആ സുന്നത്തിൽ ഒതുക്കി നിർത്തുക. നമ്മുടെ പൂർവികരായ സഹാബത്ത് ഒരു വിഷയത്തിൽ എവിടെയാണോ നിന്നത്, സുന്നത്തിന്റെ കാര്യത്തിൽ എവിടെയാണോ അവർ നിന്നത്, അവിടെ തന്നെ നിൽക്കുക. നമ്മുടെ പൂർവികരായ സഹാബത്ത് ദീനിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ എന്തെന്നാണോ പറഞ്ഞത് അത് മാത്രം നിങ്ങൾ പറയുക. എന്തൊക്കെ കാര്യങ്ങളാണോ കൈയൊഴിഞ്ഞത് അത് നിങ്ങൾ പൂർണ്ണമായി കൈയൊഴിയുക. നിങ്ങളുടെ പൂർവികരായ സലഫുകളുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. കാരണം കാരണം എന്നറിയോ, അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയത് കൊണ്ട് അതവർക്ക് മതിയായിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ പൂർവികർ അത് പിൻപറ്റിയത് കൊണ്ട് തന്നെ ആ സുന്നത്ത് അവർക്ക് മതിയായിട്ടുണ്ട്. അതുകൊണ്ട് ആ സുന്നത്തിന് പിൻപറ്റിയാൽ ആ സുന്നത്ത് തന്നെ നിങ്ങൾക്ക് മതിയാകുന്നതാണ് എന്ന് ഔസാഇ റഹിമഹുല്ലാഹ് ഈ ഉമ്മത്തിന് വസിയത്ത് നൽകിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അഹദത ഫീ ഹാദിഹിൽ ഉമ്മത്തി ശൈഅൻ ലം യകുൻ അലൈഹി സലഫുനാ, സലഫുകളില്ലാത്ത ഒരു ചര്യ ഈ സമുദായത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ, സലഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹാബത്താണ്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, നമ്മുടെ സലഫുകൾ അതുപോലെ തന്നെ അഥവാ സഹാബികൾ ചെയ്ത ഒരു കാര്യം, അവർ ചെയ്യാത്ത ഒരു കാര്യം ഈ സമുദായത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതിന്റെ അപകടം എന്നറിയോ? ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്ത ഒരു ചര്യ അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ, സലാത്തല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ കാണിച്ചു തരാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അപകടമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്, ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി ഖാന റിസാല, അവനെ പറയുന്നതെന്നറിയോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. കാരണം എന്നാ, ഇങ്ങനൊരു നന്മയുണ്ടായിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് കാണിച്ചു തന്നിട്ടില്ല. ഏതുപോലെ റമദാനിൽ അവസാനത്തെ 10 27 രാവിന് ഈത്തപ്പന തോട്ടത്തിൽ ഒരുമിച്ച് കൂടി സ്വലാത്ത് പറയുന്ന ഒരു ചര്യ ഉണ്ടായിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തരാതെ പോയി എന്നല്ലേ പാടത്തേക്ക് സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആളുകൾ വാദിക്കുന്നത്? അറഫ സംഗമത്തിന് വിശ്വാസികളെ കൂട്ടിയിരുത്തി സ്വലാത്തും ദിക്റും ദുആയുമായി ഒരു സംഗമം ഉണ്ടായിട്ട് അത് ഈ ഉമ്മത്തിന് പറഞ്ഞു തരാതെ പോയി എന്നല്ലത് വാദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഒരുപാട് സഹാബികൾ മരിച്ചിട്ടുണ്ട്, അതിൽ ശുഹദാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. എന്നിട്ട് പോലും ഒരു 70 ദിക്ർ ആ സഹാബത്തിന്റെ പേരിൽ പറയാനുണ്ടായിട്ട് അത് ഈ ഉമ്മത്തിന് പറഞ്ഞു തരാതെ പോയി എന്നല്ലേ 70,000 മരിച്ചവർക്ക് ദിക്ർ സംഘടിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എത്ര നിസ്സാര കാര്യമുണ്ടായിട്ടും അത് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ട് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും ഈ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ട് അതൊക്കെ പറയാതെ പോയി എന്നല്ലേ
ഈ പുത്തനാചാരം ഉണ്ടാക്കുന്ന ആള് വാദിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം എന്താണെന്നറിയോ? ഇത് പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്കാണ്. എന്താ വാക്ക്? അദ്ദേഹം ഓതിയ വാക്ക് നമ്മൾ ഖുതുബയിൽ തുടക്കത്തിൽ പറഞ്ഞ സൂറത്തുൽ മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നേ ദിനം നിങ്ങളുടെ ദീന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഈ ദീനുള്ള ഹർഫ് ഒരാൾക്ക് കൂട്ടാൻ അധികാരമില്ല. ഈ ദീനിൽ ഒരു ഹർഫ് മാറ്റിവെക്കാൻ ഒരാൾക്ക് അധികാരമില്ല. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന. നബിയുടെ സ്വഹാബത്ത് അവർക്ക് അന്ന് എന്തായിരുന്നു ദീൻ, അത് തന്നെയാണ് ദീൻ. അവർക്ക് അന്ന് എന്തൊരു കാര്യം ദീനല്ലയോ അത് ഇന്നത്തെ ആളുകൾക്കും ദീനല്ല എന്നുള്ളതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ വിഷയ സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമുക്കിടയിലേക്ക് കടന്നു വരുന്ന വിദഅത്തുകൾ, അത് വിശ്വാസപരമായ വിദഅത്തുകളുണ്ട്, കർമ്മപരമായ വിദഅത്തുകളുണ്ട്. എല്ലാ വിദഅത്തുകളെയും നമ്മൾ കരുതിയിരിക്കുക എന്ന് മാത്രമല്ല, സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ബിദഅത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വളരെ ഗൗരവത്തിൽ ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബ ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. അത്ര സത്യമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ബിദ്അത്തിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം മഅസിയത്ത് അഥവാ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം എന്നറിയോ? ദീനിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹനം ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വൽ മഅസിയതു യുതാബു മിൻഹാ. പാപികൾ, പാപം ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, തെറ്റു ചെയ്യുന്ന ആളുകൾക്ക് അത് തെറ്റാണെന്ന് അറിയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ ഈ ഉമ്മത്തികളോട് ചെയ്തൊരു കാരുണ്യമാണ്. കാരണം എന്തറിയോ? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നഫ്സിനും ഒരു ബോധനം നൽകിയിട്ടുണ്ട്, ഇൽഹാം നൽകിയിട്ടുണ്ട്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് ഒരു തിന്മയും ചെയ്യാൻ സാധിക്കുകയില്ല തുടക്കത്തിൽ. പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് ഇബ്ലീസ് അവരുടെ പ്രവൃത്തി അവർക്ക് ഒരു അലങ്കാരമാക്കി ഇബ്ലീസ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റു ചെയ്യുന്ന ആദ്യ ഘട്ടത്തിൽ അവന്റെ മനസ്സ് അവനോട് പറയാതിരിക്കുകയില്ല, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തിന്മയാണ്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി പറഞ്ഞത്, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ നിന്ന് ഏത് സമയവും തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബിദഅത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിന് തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ? ബിദഅത്ത് ചെയ്യാൻ വിചാരിക്കുന്ന എന്താ? ഞാൻ ചെയ്യുന്നത് നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ ബിദഅത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബിദഅത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയില്ല. തെറ്റു ചെയ്യുന്നവൻ എങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ഏത് സന്ദർഭത്തിലും അവൻ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി പറഞ്ഞത്, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിന് ഇഷ്ടം തെറ്റു ചെയ്യുന്നത് അവനെയല്ല, മറിച്ച് ബിദഅത്ത് ചെയ്യുന്നവനെയാണ്. കാരണം എന്താ? ബിദഅത്തിൽ ഒരാൾ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും, തെറ്റു ചെയ്യുന്നവൻ തെറ്റിൽ അവൻ ഉറച്ചു നിൽക്കൂല. ഏതെങ്കിലും സന്ദർഭത്തിൽ അവർ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിൽ നിന്ന് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബിദഅത്തുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഹുജിബത്തി തൗബ, തൗബ തടഞ്ഞു വെക്കാനുള്ള കാരണം ബിദ്അത്താണ്. ഏത് തരം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യദ്അ ബിദ്അതഹു, അവന്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുന്ന ബിദ്അത്തുകളെ നിസ്സാരമായി കാണരുത്. അത് ഈ ഉമ്മത്തിനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ്. വിശ്വാസവും പണവും നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതിയാണ് ബിദ്അത്ത് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലും ഈ പറഞ്ഞ അറഫ ദിനത്തിലെ ബിദ്അത്ത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അത് ചിരിക്കേണ്ട ഒരു സംഗതിയല്ല,
മറിച്ച് വിശ്വാസികളുടെ മനസ്സ് വേദനിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതുപോലെ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഉമ്മത്തിന് സുന്നത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക, ബിദ്അത്തിന്റെ ഗൗരവം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക, ബിദ്അത്തിൽ നിന്നും ബിദ്അത്തിന്റെ ആളുകളിൽ നിന്നും ഉമ്മത്തുകളെ താക്കീത് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ സുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തിനെ ബിദ്അത്തായി കാണുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകണമേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹു നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.